വഖഫിന്റെ കാര്യത്തിൽ സുപ്രധാനമായൊരു വിധി വന്നിരിക്കുകയാണ്. മുനമ്പം വഖഫ് ഭൂമിയല്ല എന്നതാണ് വിധി. അതായത് മുനമ്പം ഭൂമി ഫാറൂഖ് കോളേജിന് ദാനം കൊടുത്ത ഭൂമിയാണ് എന്നതാണ് സത്യം. ആ ദാനത്തിന്റെ പേരാണ് വഖഫ്. കാരണം ദാനം കൊടുക്കുന്നതിനുള്ള അറബി പേരാണ് വഖഫ്. അല്ലാണ്ട് വഖഫ് ബോർഡുമായിട്ട് ആ വേർഡിന് ബന്ധമൊന്നുമില്ല. ഇപ്പൊ ഈ മുനമ്പത്ത് സ്വന്തം കിടപ്പാടത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളുകളെല്ലാം അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരുന്ന ഈ ഒരു കാര്യമാണ്. ഫാറൂഖ് കോളേജിന് അദ്ദേഹം വഖഫായി കൊടുത്ത സംഗതി, ഫാറൂഖ് കോളേജിനെ ഞങ്ങൾ കാശ് കൊടുത്താണ് മേടിച്ചത്. ഈ വഖഫ് എന്നുള്ള ഒറ്റ വാക്കുള്ളതുകൊണ്ട് വഖഫ് ബോർഡ് വരുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ഇത് എന്ത് തെണ്ടിത്തരമാണെന്നാണ് ചോദിച്ചത്. അത് തന്നെയാണ് ഇപ്പൊ കോടതിയും പറഞ്ഞിരിക്കുന്നത്. ഇത് വഖഫ് അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വഖഫ് ബോർഡിന്റെ പേരിൽ ഇവിടെയുള്ള കോൺഫ്ലിക്റ്റുകളിൽ വഖഫ് ബോർഡിനെ സപ്പോർട്ട് ചെയ്ത ആളുകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കേണ്ടത്. ഏതെങ്കിലും ഒരു പത്രത്തിൽ വഖഫ് എന്നൊരു പേരുണ്ടെങ്കിൽ ഉടനെ ഞങ്ങളുടെ ആണ് എന്നും പറഞ്ഞു വരുന്ന ഇവരുടെ നടപടികൾക്ക് കൊട പിടിക്കുക വഴി ഇത്രയും ആളുകളെ നിങ്ങൾ അകറ്റി നിർത്തുകയാണ് ചെയ്തത്. അന്ന് ഒരു ബില്ല് പാസ്സാക്കിയപ്പോൾ ഇതുകൊണ്ട് കാര്യമില്ല, കോടതി പോയാൽ ഇതുകൊണ്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന UDF-കാരെയും CPM-കാരെയും ഒക്കെ മുനമ്പംകാർക്ക് നന്നായി അറിയാം. ഞാൻ പ്രത്യേകമായിട്ട് പോയിട്ട് അവരുടെ ബൈറ്റൊക്കെ എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അവരിൽ കുറെ പേരെ എനിക്കും നന്നായിട്ട് അറിയാം. അപ്പൊ ഇപ്പൊ കോടതിയുടെ തീരുമാനം വന്നിരിക്കുന്നതിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു സംഗതി ഇത്രയേ ഉള്ളൂ. ഇപ്പോഴും എപ്പോഴും സ്വന്തം ഭൂമിയിലല്ല അവകാശം ഉന്നയിച്ചു വരുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം കോൺഫ്ലിക്റ്റ്. ശരിക്കും വഖഫ് ബോർഡ് എന്ന സംഗതി പൊളിച്ചെഴുതേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ശരിയല്ലേ?